നമ്മൾ ഭാര്യയോട് എന്ത് ചെയ്യണം? അങ്ങോട്ട് ചോദിക്കണം, നിസ്കരിച്ചോ എന്ന് ചോദിക്കണം. അത് ചോദിക്കുക തന്നെ വേണം. അവരോട് കൽപ്പിക്കണം, നിസ്കാരം കൊണ്ട് നിസ്കരിക്കുക എന്ന് പറഞ്ഞ് കൽപ്പിക്കണം. നിസ്കരിക്കുന്നവരോടല്ല, നിസ്കരിക്കാതെ മടി കാണിച്ചു നിൽക്കുന്നവരോട്. എന്തിനാണ് ഖുർആൻ അത് പറഞ്ഞത്? മുഫസ്സിരീങ്ങൾ പറയുന്നു, അവരിൽ കൂടുതൽ ആളുകൾ മടിയുള്ളവരാകും. എപ്പോ? എല്ലാ മാസത്തിലും മാസമുറയുണ്ടവർക്ക്. ആർത്തവം പുറപ്പെടുന്ന, രക്തം പുറപ്പെടുന്ന ഒരു സമയമുണ്ട്. അത് 6 ദിവസം 7 ദിവസം വരെ ഉണ്ടാവാം. അങ്ങനെ നിലകൊള്ളുന്നതാകുന്ന സമയത്ത് നിസ്കാരം പരിപൂർണമായി ഒഴിവാക്കി നിൽക്കുന്ന സാഹചര്യമാണ്. നിസ്കരിക്കാൻ പാടില്ല, നിസ്കരിച്ചാൽ ശിക്ഷ കിട്ടുന്ന സമയമാണ്. അല്ലാഹു അവർക്ക് ഇളവ് കൊടുത്തിരിക്കുക. ആ ഇളവിന്മേൽ തന്നെ പിന്നീട് അവർ ദായിമായി പോകാറുണ്ട്, നിത്യമായി പോകാറുണ്ട്. 6 ദിവസം കഴിഞ്ഞ് ശുദ്ധി ആയതിനു ശേഷം രക്തം മുറിഞ്ഞിട്ട് പിന്നീട് മുസല്ല ഇടാതെ മടിക്കും. പിന്നെ നിസ്കാരം ഇല്ല, 2 ദിവസം കൊണ്ട് അങ്ങോട്ട് പൊയ്ക്കോട്ടെ, ചെറിയൊരു ഊരവേദനയുണ്ട്, ചെറിയൊരു നടുവേദന ഉണ്ട്, 2 ദിവസം കൊണ്ട് അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് കരുതി നിസ്കാരത്തെ പിന്തിക്കും. അത് പാടില്ല. അവരോട് നിസ്കാരത്തെ കുറിച്ച് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. നിന്റെ കുടുംബത്തോട് നീ കൽപ്പിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധ ഒക്കെ നിങ്ങളൊരു പെണ്ണ് രാവിലെ കുളിച്ചു, ഉദാഹരണം പറയാണ്, ശരിക്കും ശ്രദ്ധിക്കണം. അശുദ്ധിയുള്ള ഒരു പെണ്ണ് തന്നെ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്ന കുളിയല്ല, അല്ലാതെ സാധാരണ ഡെയിലി നടക്കുന്ന റൊട്ടീനായിട്ടൊരു കുളിയുണ്ടല്ലോ, അതങ്ങ് നടത്തി കഴിഞ്ഞ് കയറി വന്നപ്പോഴത്തേക്കുമാണ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും രക്തം മുറിഞ്ഞു, ശുദ്ധിയായാൽ ഇനി അവൾക്ക് ഒരു കുളി കൂടി നിർബന്ധമുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. വാജിബായ ഒരു കുളി കൂടി ഉണ്ട്. ആ പെണ്ണപ്പം മനസ്സിലെന്ത് കരുതും? മിക്ക സഹോദരിമാരും എന്തായാലും തണുപ്പത്ത് പോയി കുളിച്ചിട്ട് കൂടെ വന്നോളൂ, ഇനിയിപ്പോ എന്തായാലും ശുദ്ധിയാകും, നാളെ നിസ്കാരത്തെ പിന്തിക്കും. ഇത് അധിക വീടുകളിൽ നടക്കുന്ന ഒരു വിഷയമാണ്. മനസ്സിലായില്ലേ? കാരണം ഇപ്പൊ കുളിച്ചിട്ട് കൂടെ വന്നതുകൊണ്ട് ഇനി രണ്ടാമതൊരു കുളി പാസ്സാക്കാൻ പറ്റൂല. എന്തായാലും നാളെയാണ്. അപ്പൊ അവളുടെ നിസ്കാരങ്ങൾ എത്ര വഖത്താണ് പോയത് ചിന്തിക്കണം. മാത്രമല്ല, ഒരു പെണ്ണ് പോയി കുളിച്ചെന്ന് വിചാരിക്കുക, ളുഹർ കഴിഞ്ഞ അസറിന്റെ തൊട്ട് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു 10 മിനിറ്റ് മുമ്പായിട്ട് അവൾക്ക് രക്തം മുറിഞ്ഞു എങ്കിൽ അവൾ വേഗം പോയി കുളിച്ചിട്ട് വന്ന് നിസ്കരിക്കേണ്ടത് ളുഹറാണ് ആദ്യം നിസ്കരിക്കേണ്ടത്. അത് ഖളാ വിട്ടു. ഈ കുളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും അസർ ബാങ്ക് വിളിച്ചാൽ അസർ അല്ല നിന്റെ മേൽ നിർബന്ധം. ഏതാ നിർബന്ധമായത്? ളുഹർ നിർബന്ധമുണ്ട്. ശാഫി മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ ഉലമാക്കളെ രേഖപ്പെടുത്താൻ എത്ര സഹോദരിമാർ ശ്രദ്ധിക്കണം. ഇത് എത്ര പുരുഷന്മാർക്ക് അറിയാം? ഞാൻ ഈ പറഞ്ഞ മസല എത്ര പുരുഷന്മാർക്ക് അറിയാം? നമ്മൾ 80 വയസ്സായി ഇതുവരെയും മസല പഠിച്ചു. അതാ ഞാൻ പറഞ്ഞത്, വഅ്മുർ അഹ്ലക, നിന്റെ കുടുംബത്തോട് നീ കൽപ്പിക്കണമെന്ന് പറഞ്ഞതിൽ ഒരുപാട് പാഠമുണ്ട്. ആദ്യം നമ്മൾ ഈ മസല നല്ലതുപോലെ പഠിക്കണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അപ്പോഴേ അറിയാവുള്ളൂ നമ്മുടെ ഭാര്യയുടേതാകുന്ന മാസത്തിലുള്ള മാസമുറ അത് എത്ര നാളാണ്, എത്ര ദിവസങ്ങളാണ്, കറക്റ്റ് ആയിട്ട് അറിയണം. ഒരു ഭർത്താവ് ഭാര്യയുടെ അറിയണം, നാട്ടുകാരുടെ മൊത്തം അറിയാനല്ല. ഒരു ഭർത്താവ് അവന്റെ ഭാര്യയുടെ അറിയണം. അപ്പൊ കറക്റ്റ് ആയിട്ട് നിനക്ക് അവരോട് ഓർമ്മപ്പെടുത്താൻ പറ്റും. കാരണം 6 ദിവസം തുടരെ ചെയ്തുകൊണ്ടിരുന്ന ഒരു അമല് 6 ദിവസം തുടരെ മുടങ്ങുമ്പോൾ പൈശാചികത കൂടും, സ്വാഭാവികമായിട്ട് മടി വരും. സ്വാഭാവികമാണ്, മനുഷ്യത്വമാണ്. അശുദ്ധിയുടെ ഘട്ടം കൂടിയാകുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് നിസ്കാരത്തോട് വിമുഖത, താല്പര്യക്കുറവ് ഉണ്ടാവും. പിശാച് വല്ലാതെ പിടിക്കും അവരെ. അശുദ്ധിയുടേതാകുന്ന സമയം കൂടിയാണല്ലോ. അതുകൊണ്ട് ആ സമയത്ത് അവർ നിസ്കരിക്കാൻ താല്പര്യപ്പെടൂല. 2 വഖത്ത് അങ്ങ് പോട്ടെ എന്ന് കരുതും. ആ 2 വഖത്തേനും ഹിസാബ് നാളെയുണ്ട്. മനസ്സിലാക്കണം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. രക്തം വന്നാൽ അശുദ്ധിയാണ്, നിസ്കരിക്കേണ്ടതില്ല. രക്തം മുറിഞ്ഞാൽ ഏത് വഖത്തിനാണോ രക്തം മുറിഞ്ഞത് ആ വഖത്ത് കൂടി നമസ്കരിക്കണം. അതിന് തൊട്ടുമുമ്പുള്ള ആ വഖത്ത് കൂടി നിസ്കരിച്ചേ പറ്റൂ എന്നർത്ഥം. അതാണ് ശാഫി മദ്ഹബിലെ നിർബന്ധമായ മസല. നമ്മളെ ആരും ഇത് ശ്രദ്ധിക്കാറില്ല. പലപ്പോഴും അറിയാമെങ്കിൽ പോലും സഹോദരിമാരത് ഗൗനിക്കാറില്ല. വലിയ അപകടമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ എത്രത്തോളം നിസ്കാരം നിർബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു വഖത്ത് പോലും ഒഴിയാൻ പാടില്ല. ശുദ്ധി ഉണ്ടോ നിസ്കരിച്ചു വയ്ക്കണം. വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാകാം ഖുർആൻ അത്രത്തോളം കുടുംബത്തോട് കൽപ്പിക്കണമെന്ന് പറയാൻ കാരണം. അല്ലെങ്കിൽ നീ നിന്റെ കുടുംബം നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അള്ളാഹു കൽപ്പിക്കണമെന്ന് പറഞ്ഞതിന്റെ സാരമത മടി കാണിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇന്ന് നോക്ക്, നിങ്ങൾ വൈകുന്നേരമാകുമ്പോൾ ടറഫുകളുടെ സമയം എപ്പോഴാണ്? എത്ര മണിക്കാ ടറഫ്? എല്ലാം മഗ്രിബ് ബാങ്ക് വിളിക്കുമ്പോഴാണ്. മഗ്രിബ് നിസ്കരിച്ചതിന് ശേഷമല്ല, മഗ്രിബിന് മുമ്പായിട്ട് തന്നെ മക്കളൊക്കെ പോയി ടറഫിൽ പോയി കയറി. എല്ലാരും പോയി ഇഅ്തികാഫ് അതിനകത്ത്. പിന്നെ ഫുട്ബോൾ കളിയായിട്ട് നിൽക്കാൻ, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിയായിട്ട് നിൽക്കാൻ എത്ര നേരമായിരിക്കും? രാത്രി മുഴുവൻ ഒരു 10 മിനിറ്റ് പള്ളിക്കകത്ത് ഇഅ്തികാഫിരിക്കാൻ പറഞ്ഞ ആരെങ്കിലും ഇരിക്കലുണ്ടോ? സുന്നികളായ നമുക്ക് തന്നെ നേരമുണ്ടോ? നിസ്കാരം കഴിഞ്ഞ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഒരു ദിക്റിനും നമ്മൾ മഹാത്മ്യം കൽപ്പിക്കാത്തൊരു ലോകത്തേക്ക് നമ്മൾ പോയില്ലേ?
നമ്മളൊരു ദിക്റിനുമില്ല, നമ്മളൊരു ഔറാദിനുമില്ല. നമ്മൾ വേഗം ചാടി ഇറങ്ങിയിട്ട് ഓടുകയാണ്. എങ്ങോട്ടാ ഓടുന്നത്? പന്ത് കളി കാണാൻ, അല്ലെങ്കിൽ പന്ത് കളിക്കാൻ. അവിടെ മണിക്കൂറുകൾ സുബഹി വരെ പന്ത് കളിക്കാൻ. ആ മക്കളോട് കൽപ്പിക്കണം, മോനെ നിസ്കരിക്കാൻ പറയണം. 5 വഖത്ത് അവ്വൽ വഖത്തിൽ നിസ്കരിച്ചാൽ അന്നം തരുന്ന അള്ളാഹു പറയുന്നു, അന്നം മുട്ടാതെ നിന്നെ കൊണ്ടുപോകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റിസ്ക് വിശാലമാകും, ഉറപ്പാണ്. അത് ചെയ്തു നോക്ക്. നമ്മൾ എന്തായാലും അള്ളാഹു പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ ഇന്ന് മുതലൊന്ന് നിയ്യത്ത് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധ റമദാനിന് മുന്നോടിയായി റജബ് മാസത്തിലാണെന്ന് നിസ്കാരം ഇറങ്ങിയത്. അതിന്റെ വാശിയം കഴിക്കുന്ന ഈ സമയത്ത് നമ്മളൊരു നിയ്യത്ത് ചെയ്ത് ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് ശ്രദ്ധിച്ചു നോക്കാം, എന്റെ കുടുംബത്തെ കൊണ്ടും മക്കളെ കൊണ്ട് നിസ്കരിപ്പിക്കാം എന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ട് ഓരോ ഉപ്പമാരും ഓരോ ഉമ്മമാരും തീരുമാനമെടുക്കും. ഉമ്മ മകളോട് നിസ്കരിക്കാൻ പറയും, ഉമ്മായി നിസ്കരിക്കാൻ. ഉപ്പ മകനോട് നിസ്കരിക്കാൻ പറയും, മകനെ കൂട്ടിക്കൊണ്ട് പള്ളിയിൽ വരും. ഒരു വഖത്ത് നിസ്കരിക്കും. ഇന്ന സ്വലാത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. തീർച്ചയായും നമസ്കാരം എന്ന് പറയുന്നത് സമയബന്ധിതമാണ്, സമയബന്ധിതമാണ്. ഇന്ന സ്വലാത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. അവ്വൽ വഖത്തിൽ നമസ്കരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദര സഹോദരിമാരെ, നിങ്ങൾക്ക് രക്ഷയാണ്, രക്ഷയാണ്. മക്കളെ കൊണ്ട് നമസ്കരിപ്പിക്കുന്നവരെ, നിങ്ങൾക്ക് റിസ്ഖ് അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. അല്ലാഹുവിനെ ഭയന്ന് തഖ്വ വെച്ച് ജീവിക്കുന്നവർക്കാണ് അന്തിമ വിജയമെന്നും വിശുദ്ധമായ ഖുർആൻ. പടച്ചറപ്പിനെ ഭയന്നുകൊണ്ട് അവ്വൽ വഖത്തിൽ നമസ്കാരങ്ങൾ നിർവഹിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരെ, നിങ്ങൾ തഖ്വയുടെ വക്താക്കളാണ്, വക്താക്കളാണ്. ഇന്ന് എത്ര ആളുകൾക്കാണ് നിസ്കാരങ്ങൾ മുടങ്ങുന്നത്? നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിസ്കാരം മുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ നിസാരവൽക്കരിക്കാൻ. ചില ആളുകൾ പറയാറുണ്ട്, ഉസ്താദ് ഞങ്ങളൊക്കെ നിസ്കാരക്കാരാണ്. എടാ, നിസ്കാരം എന്ന് പറയുന്നത് അവ്വൽ വഖത്തിൽ നിസ്കരിച്ചെങ്കിൽ മാത്രമേ അത് നിസ്കാരമായി പരിഗണിക്കൂ. നീ തോന്നും പോലെ നിസ്കരിച്ചാലൊന്നും നിസ്കാരമല്ല. 3 കൂട്ടരുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. നബി മുഹമ്മദ് മുസ്തഫ ശരിക്കും മനസ്സിലാക്കണം. 3 കൂട്ടർ. അതിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിവരയിട്ട് അടയാളപ്പെടുത്തിയതാണ്, ഒരു മനുഷ്യൻ അവൻ നമസ്കാരത്തെ എപ്പോഴും പിന്തിച്ചേ നിസ്കരിക്കുള്ളൂ. നിസ്കരിക്കും, പക്ഷെ എല്ലായ്പ്പോഴും നിസ്കാരം പിന്തിക്കും. അങ്ങനത്തെ ഒരുത്തൻ, അവന്റെ നിസ്കാരം അല്ലാഹു വേണ്ട, അല്ലാഹു സ്വീകരിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ. സുബഹി നിസ്കാരം മിക്ക ആളുകളും വൈകിക്കും. കാരണം അലാറം വെക്കുന്നതിന് അവന്റെ സൗകര്യത്തിന് 2 മണി വരെ സിനിമയും സീരിയലും കണ്ടിരിക്കും. ഏതെല്ലാം പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ, നെറ്റ്ഫ്ലിക്സിൽ വന്നതുണ്ടോ, ഹോട്ട്സ്റ്റാർ വന്നിട്ടുണ്ടോ, ഒക്കെ ഇരുന്ന് എത്തിക്കാപ്പ് വെച്ച് കാണുക. മൊബൈലിൽ, ഇൻസ്റ്റഗ്രാമില്, ഫേസ്ബുക്കിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി നിലകൊള്ളും സുബഹി വരെ. എന്നിട്ട് സുബഹി ആവുമ്പോഴത്തേക്കും അലാറം വെക്കുന്നത് എത്ര മണിക്കാ? ഒരു 6 മണിക്ക് അലാറം വെക്കും, അല്ലെ 6:30, 7 മണിക്ക് അലാറം വെക്കും. എഴുന്നേറ്റിട്ട് ചിലര് നിസ്കരിക്കും, ചിലര് ളുഹറിന് മുമ്പ് നിസ്കരിക്കും. ചില ആളുകൾ അങ്ങനെയുണ്ട്. പള്ളി വന്നിട്ട് ജുമായ്ക്കാണെങ്കിലും, ഇപ്പൊ നാളെ നോക്കിക്കോണം, പള്ളിയിൽ ജുമായ്ക്ക് ഇമാം ഇപ്പോൾ ഹുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ടി വന്നിട്ട് 2 കൈ ഊട്ടിയിട്ട് ഒരു ബോധവും ഇല്ല, നാണോ ഇല്ല, അങ്ങനത്തെ ചില കുനൂത്ത് ഓതിക്കൊണ്ടിരിക്കും. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. നിസ്കരിക്കുന്നുണ്ടെന്ന് നാട്ടുകാരെ അറിയിച്ചതാണ്. പക്ഷെ ഏറ്റവും വലിയ പടുവിട്ടിയാണ് ഇവൻ. കാരണം സുബഹിയാണ് ഈ നിസ്കരിക്കുന്നത്. അതും ഇപ്പൊ ജുമാടെ സമയത്ത് വന്നിട്ട് കൈ പൊക്കി നിൽക്കുക മിക്ക ആളുകൾ. മുമ്പ് അതൊക്കെ ഏതെങ്കിലും പള്ളിയുടെ കോലായി പോയി എന്നാ കാണിക്കുന്നത്. ഇപ്പൊ നേരെ ഫ്രണ്ടിൽ വന്നിട്ട് അങ്ങനെയാണല്ലോ. ഒരു സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ 10 പേരെ അറിയില്ല. സുബഹിക്ക് കൊണ്ട് വന്നിട്ട് ചില ആളുകൾ പള്ളിക്കകത്ത് ഖുർആനെ ഓതിക്കൊണ്ടിരിക്കുന്നവർ അടുത്തോട്ട് അസ്സലാമു അലൈക്കും സലാം പറച്ചിലാണ്. എന്താണ്? ഞാൻ സുബഹിക്ക് വന്നിട്ടുണ്ട്, എല്ലാവരും ഓർത്തു വെച്ചോ. ളുഹറിന് കൂട്ടിയിടിച്ചാൽ പോലും സലാം പറഞ്ഞാത്ത ടീമാണ്. പ്രത്യേകിച്ച് ഒരു അസ്സലാമു അലൈക്കും. ഉദ്ദേശം അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങളെ ചേർക്കാൻ. നീ നിയ്യത്ത് നല്ലതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിയ്യത്ത് നല്ലതെങ്കിലും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. നല്ല നിയ്യത്താണെങ്കിൽ ഓക്കെ, നിയ്യത്ത് മോശമാണെങ്കിൽ പോയി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ നിസ്കാരത്തെ ഗൗനിക്കണം. അത് കളിതമാശകൾക്ക് വേണ്ടി കളയാനുള്ളതല്ല. കല്യാണം വന്നു, ആ കല്യാണ വീട്ടിലേക്ക് പിന്നെ ഇടിച്ചു കയറുക. ഒരു കല്യാണം വിളിച്ചാൽ പിന്നെ തീർന്നു. ഒരാഴ്ച പിന്നെ അവിടെയാണ്. വീട്ടിൽ അടുപ്പ് പോലും കത്തിക്കൂല. ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞൂടെ.
അവിടെയാണെങ്കിലോ ഇല്ലാത്ത പേക്കൂത്തുകളൊന്നും ഇല്ല. പണമുള്ളവൻ പേക്കൂത്തുകൾ കിന്നടിമയാ, കല്യാണം അത് നടമാടുവാനൊരു വേദിയാ. പണമുള്ളവൻ പേക്കൂത്തുകൾ കിന്നടിമയാ, കല്യാണം അത് നടമാടുവാനൊരു വേദിയാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ, വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്. വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്, പോകേണ്ടതാണ് കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും നോക്കാം രസിക്കാം, സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. മഹാനായ മർഹൂം തഴവ ഉസ്താദ് അവറുകൾ 25 വർഷമായി അവിടുന്ന് വഫാത്തായിട്ട്. എന്റെ ഉമ്മയുടെ ഉപ്പയും കൂടിയാണ്. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. അതിനും 25 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി പൂർത്തീകരിച്ചതാണ് അൽ മവാഹിബുൽ ജലിയ, അഥവാ 50 വർഷം പഴക്കമുള്ളതാകുന്ന ഗ്രന്ഥം. ഒരു കറാമത്തിന്റെ എഴുത്ത് അവിടുന്ന് എഴുതി ഇന്ന് നമ്മുടെ തലമുറയിൽ നേർക്ക് നേരെ കാണുക. കല്യാണത്തിന് സദസ്സെത്തിയാൽ എങ്ങനെയാ അജിയാരെ എന്താ കഴിക്കുക? ബിരിയാണി വേണം. കൊളസ്ട്രോൾ 250 ഉണ്ട് കൊളസ്ട്രോൾ, എന്നാലും കുഴപ്പമില്ല, ബിരിയാണി വേണം. വേഗം മയ്യത്താണ് ബിരിയാണി. നെയ്ച്ചോറും പള്ളി അങ്ങോട്ട് വയ്ക്കും. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലാക്കി തരംതിരിച്ച്. മുമ്പൊന്നും ഇല്ല, എന്തെങ്കിലും ഒരു കഷ്ണം കിട്ടിയാലായി അസ്സലാമു അലൈക്കും. കാണിക്കുന്ന ആർഭാടങ്ങൾ പറയേണ്ടതില്ലല്ലോ. വിവിധങ്ങളാകുന്ന ഡ്രസ് കോഡാണ്. നാട്ടുകാർക്കും വീട്ടുകാർക്കും വീട്ടിലുള്ളവർക്കും ബന്ധുമിത്രാദികൾക്കും മരുമക്കൾക്കും ഒരു ഡ്രസ് കോഡ്, മക്കൾക്കെല്ലാവർക്കും വേറൊരു ഡ്രസ്. മരുമക്കളെല്ലാം പച്ചയാണെങ്കിൽ മറ്റൊരു മഞ്ഞ, ഒരു റോസാണെങ്കിൽ ഒരു വേറെ. എല്ലാവർക്കും ഡ്രസ് വാങ്ങിച്ച് അവസാനം പുതിയ പെണ്ണിന്റെ തലയ്ക്ക് മീതെ വലിയതാകുന്ന ഒരു മത്താപ്പും വെച്ചിട്ട് പെണ്ണിനെ കൊണ്ടുവന്നു. പെണ്ണിന് ഡ്രസ് ഇല്ല, പെണ്ണ് തുണിയില്ലാതെ ബാക്കി എല്ലാവർക്കും ഡ്രസ് വാങ്ങിച്ചു. പെണ്ണിന് ഡ്രസ് എടുക്കാൻ മറന്നു. അവരിവിടെ കീറിയിട്ട് പുറവും കീറിയിട്ട് വയറും കീറിയിട്ട് എല്ലാം തുറന്നു വെച്ചു. അല്ലാഹു മഅക്കാക്കുമാറാവട്ടെ. നാട്ടുകാർക്ക് മുഴുവൻ ഡ്രസ് എടുത്തു കൊടുത്തതാകുന്ന വാപ്പ മകൾക്ക് ഡ്രസ് എടുക്കാൻ മറന്നു. ഇതിനാണ് പേക്കൂത്തെന്ന് പറയുക. അതാണ് തഴവ ഉസ്താദ് പറഞ്ഞത്. പണമുള്ളവൻ പേക്കൂത്തുകൾ കിന്നടിമയാ, കല്യാണം അത് നടമാടുവാനൊരു വേദിയാ. പണച്ചാക്കുകളാകുന്ന ആളുകൾ പണത്തിന്റെ പണവളപ്പ് കാണിക്കുന്നത് ഈ നിലയ്ക്കാണ്. സ്വന്തം മക്കളുടെ കല്യാണം കടന്നു വരാൻ കാത്തിരിക്കുകയാണ്. ആർഭാട കല്യാണങ്ങൾ ഇന്ന് നാട്ടിൽ മുഴുവനും സുലഭമല്ലേ? എത്രയെത്ര ആർഭാട കല്യാണങ്ങളാണ് ഈ സമൂഹത്തിന് നാശമായി വന്നിട്ടുള്ളത്. സമസ്തയുടെ സമുന്നതരാകുന്ന ആലിമീങ്ങൾ ഉറക്കെ പ്രഖ്യാപനം നടത്തിയതല്ലേ, പാടില്ലാത്തരത്തിലുള്ളതാകുന്ന നീചമാകുന്ന പ്രവർത്തനത്തിലേക്ക് നിങ്ങൾ പോകരുതേ. എന്നിട്ടും ഈ സമുദായത്തിന്റെ മക്കൾ ഓരോ ഒട്ടകത്തിന്റെ പുറത്തും കുതിരപ്പുറത്തും JCBയുടെ മുകളിലുമൊക്കെ വരനെയും വധുവിനെയും കൊണ്ടുവരുകയാണ്. ഈ അടുത്തിടെ തന്നെ നിങ്ങൾ കണ്ടില്ലേ, വലിയൊരു കേസിന് പോലായതാകുന്ന സംഭവം പോലും ഈ അടുത്തിടെ നിങ്ങൾ ദർശിച്ചില്ലയോ? റോഡിലൂടെ നടന്നു പോകുന്നതും മറ്റുള്ളവർക്കും വാഹനത്തിൽ പോകുന്നവർക്കും മുഴുവനും തടസ്സമായി റോഡ് മുഴുവനും അടച്ചു വെച്ചിട്ട് വലിയ പൂത്തിരി കത്തിച്ചുകൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കിയും ചെറുക്കന്റെ കൂട്ടുകാരും എല്ലാവരും ചേർന്നുകൊണ്ട് അവനെ കൊണ്ടുവരുകയാണ്. ഒരൊട്ടകത്തിന്റെ പുറത്തിരുത്തിക്കൊണ്ട് വലിയതാകുന്ന എഴുന്നള്ളിപ്പാട്. ആരാണ് ഈ സമുദായത്തെ പ്രതിക്കൂട്ടിലേക്ക് കൊണ്ടുവന്നത്? മറ്റുള്ള മതങ്ങളുടേതാകുന്ന ആചാര അനുഷ്ഠാനങ്ങൾ പോലും ഈ സമൂഹത്തിലേക്ക് ചേക്കേറിയില്ലേ? അവര് കാണിക്കാത്ത നീചവൃത്തി പോലും ഈ സമൂഹം ഏറ്റെടുത്തില്ലേ? അല്ലാഹു നൽകിയിരിക്കുന്ന സമ്പത്ത് ദൂരത്തും ദുർവ്യയം ചെയ്തുകൊണ്ട് ചെലവഴിക്കുകയല്ലയോ? ആഖിറത്തിൽ വലിയ ഹിസാബില്ലേ? പാരത്രികമാകുന്ന ലോകത്തെ പറ്റി എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ നീ ചിന്തിക്കാതെ പോകുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വസ്തുക്കളെ പറ്റിയും അതിനെക്കുറിച്ച് മാത്രമാണ് ചോദ്യമെങ്കിൽ സമ്പത്തിനെ കുറിച്ച് അല്ലാഹു രണ്ട് ചോദ്യം ചോദിക്കുകയാണ്. മിൻ ഐന ഇക്തസബഹു വ ഫീമാ അൻഫഖ.
നിന്റെ കയ്യിലേക്ക് വന്ന സമ്പത്ത് എവിടെ നിന്നാണ് വന്നത്, എവിടെയാണ് ചെലവഴിച്ചത്? രണ്ടും അല്ലാഹു ചോദിക്കുകയാണ്. എവിടെ നിന്നാണ് നിന്റെ കയ്യിലേക്ക് സമ്പത്ത് വന്നത്, ഏതെല്ലാം സ്ഥലങ്ങളിലാണ് നീ ചെലവഴിച്ചത്? പടച്ചറപ്പിന്റെ മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് നീ കണക്ക് പറയേണ്ട ഒരു രംഗം പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ നീ ചിന്തിക്കണേ. എന്റെ മക്കളുടെ കല്യാണം ഞാൻ ആർഭാടമായിട്ട് തന്നെ നടത്തുമെന്ന് വലിയ കോരത്തിൽ പറയുന്നതാകുന്ന മുസ്ലിമേ, എത്രയോ പാവപ്പെട്ട പെൺകുട്ടികൾ ഈ കൊച്ചു കേരളത്തിലുണ്ട്, നമ്മുടെ നാടുകളിലുണ്ട്. പാവപ്പെട്ടതാകുന്ന സഹോദരിമാര് ശ്രീധനമെന്ന മഹാഗത്തിന്റെ പേരിൽ കണ്ണീര് കുടിച്ചുകൊണ്ട് 30, 35, 40 വയസ്സെത്തിയതാകുന്ന സഹോദരിമാരില്ലേ, മനസ്സ് വിങ്ങുകയല്ലേ? ഒരു ചെറുപ്പക്കാരനുമായിട്ടുള്ള നല്ല ഒരു ജീവിതം കിട്ടാതെ മാനസികമായി പ്രയാസപ്പെടുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അയൽവാസികളും നാട്ടുകാരും സ്വന്തം കൂട്ടുകാരികൾ വരെ ഇത്തരത്തിലുള്ളതാകുന്ന ആർഭാടകരമാകുന്ന ജീവിതം നയിക്കുമ്പോ എനിക്കൊരു നല്ല ഒരു ജീവിതം കിട്ടാനില്ലാതെ പ്രയാസപ്പെടുകയാണെന്ന് പറഞ്ഞ് എത്രയോ സഹോദരിമാരാണ്, എത്രയോ സഹോദരിമാരാണ് സങ്കടപ്പെടുന്നത്, എത്രയോ ഉപ്പമാരാണ് പ്രയാസപ്പെടുന്നത്. എന്തിനാണ് സഹോദര സഹോദരി ഈ പണത്തിൻ്റെതാകുന്ന അഹങ്കാരം നീ എന്തിനാണ് ഈ കാണിക്കുന്നത്? അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്, വലാ തുബദ്ദിറ തബ്ദീറാ ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان للإنسان كفورا. നിങ്ങൾ ദൂർത്തും ദുർവ്യയവും ചെയ്യരുതേ. വലാ തുബദ്ദിറ തബ്ദീറാ, സമ്പത്ത് കൊണ്ടുവന്ന ഹറാമായ മേഖലകളിലേക്കാകട്ടെ ഹലാലായ മേഖലകളിലേക്കാകട്ടെ ഹറാമായ നിലയിൽ നിങ്ങൾ ചെലവഴിക്കരുതേ. അത് പാടില്ലാത്തതാണ്, തൂർത്ത് പാടില്ലാത്തതാണ്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ. കല്യാണത്തിന്റെ പേരിലാകട്ടെ, വീട് കൂടലിന്റെ പേരിലാകട്ടെ, സമ്പത്ത് ഹറാമായ മേഖലകളിലേക്കൊക്കെ അനാവശ്യമായി ചെലവഴിക്കുന്നവരെ നാളെ ആഖിറത്തിൽ പടച്ചറപ്പിന്റെ ദർബാറിൽ വലിയ ഹിസാബാണ്. അവർ തീർച്ചയായും പിശാചുക്കളുടെ സഹോദരങ്ങളാ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ. പിശാചുക്കളുടെ സഹോദരങ്ങളാണ്, ശൈത്താനിന്റെ സഹോദരങ്ങളാണ് അവരെന്ന് വിശുദ്ധമായ ഖുർആൻ. സമ്പത്ത് ആവശ്യമില്ലാതെ ചെലവഴിക്കുന്ന ആളുകൾ പിശാചിന്റെ സഹോദരങ്ങളാണ്. അല്ലാഹു പറയാ, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്ത് വിഷയത്തിനും ആർഭാടകരമാകുന്ന ജീവിതം നയിക്കുന്ന ആളുകൾ ചിലർ കൊണ്ട് എപ്പോഴും വീടിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും, വീടിങ്ങനെ പുതുക്കി പഠിക്കും. അതല്ല പരിപാടി. പിടിച്ചതൊന്നും പോരാ, വീണ്ടും ഇങ്ങനെ 2 മുറി, വീണ്ടും ഒരു എക്സ്ട്രാ ഒരു മുറി, വീണ്ടും അപ്പുറത്തേക്ക് ഇങ്ങനെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നീ നിൽക്കുന്നുണ്ടോ, ധൂർത്തും നിർവ്വയത്തിലേക്ക് പോകുക, വലിയ വിപത്തുണ്ടാവും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പിശാചിന്റെ സഹോദരങ്ങളാണ്. അപ്പൊ നിസ്കാരത്തെ ഗൗനിക്കാതെ പോകുന്ന ആളുകൾ കല്യാണത്തിന്റെ പേര് പറയാം, അതിന്റെ പർച്ചേസിങ്ങിന് വേണ്ടി ഒരു ദിവസം, സ്വർണം പർച്ചേസിങ്ങിന്, വസ്ത്രം പർച്ചേസിങ്ങിന്, അതൊക്കെ അടിക്കാൻ കൊടുക്കാൻ ഒരു ദിവസം, അതൊക്കെ അണിയാൻ കൊടുക്കാൻ ഒരു ദിവസം, ഇനി അതെല്ലാം ഒരുങ്ങാൻ വേണ്ടി ഒരു ദിവസം. 3 ദിവസം മുമ്പ് തന്നെ പൊട്ടിയിട്ടിരിക്കാൻ പെണ്ണുങ്ങൾ. പിന്നെ അല്ലാഹു നിസ്കാരമില്ല, പോത്ത് മുഴുവൻ പൊട്ടി വാരി തേച്ച് 3 ദിവസത്തിന് മുമ്പ് ഇട്ട് വെച്ചിരിക്കാൻ, പുതിയ പെണ്ണ് തലേന്നേ ഒരുങ്ങി വെച്ചിരിക്കാൻ, പോളിഷ് ചെയ്ത നഖമായിട്ട് നിൽക്കാൻ, വെള്ളം തൊടാൻ പാടില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇനി നിസ്കാരമില്ല, ഹലാക്കായി. അല്ലാഹു നമ്മളെ നല്ലൊരു സുന്നത്തായ കർമ്മത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ ഫർളായ എല്ലാം ഒഴിവാക്കിയിട്ട് എത്ര പേരുണ്ട് കല്യാണത്തിന്റെ അന്നത്തെ ദിവസങ്ങളിലൊക്കെ നമസ്കാരങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾ. പള്ളിയിൽ വെച്ച് നിസ്കാരം നിക്കാഹ് നടത്തും, ളുഹർ ബാങ്ക് വിളിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് നിക്കാഹ് കഴിഞ്ഞ് നോക്കുമ്പോൾ പുതിയാപ്പിളെ കാണുന്നില്ല, അവൻ ഒറ്റ മുങ്ങലാണ്. കാരണം സുബൈ പോലും നിസ്കരിക്കാത്ത ടീമാണ്. വേഗം പോയി പെണ്ണുങ്ങളായിട്ട് കണ്ട് റാഹത്തായിട്ട് ഓടിത്തൂറി പോയിരിക്കും. 10 മിനിറ്റ് കൂടെ കഴിഞ്ഞ ഇവിടെ ബാങ്ക് കൊടുക്കും. ചിലര് ബാങ്ക് കൊടുത്തിട്ട് പോലും ഇറങ്ങി പോകുന്നവരുണ്ട്. കാരണം ഇക്കാമത്ത് കൊടുക്കാൻ 15 മിനിറ്റ് ഉണ്ടല്ലോ, അതിനിടയിലൊന്ന് പെണ്ണുങ്ങളെ പോയി കണ്ടിട്ട് വരാം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്തിനാണ് ഇങ്ങനെ പെണ്ണ് കിട്ടുന്നത്? എന്തിനാണ് ഈ പരിപാടിക്ക് നിൽക്കുന്നത്? ഇതൊരു സുന്നത്തായ കർമ്മമല്ലേ, അതിലൊരു ബറക്കത്ത് വേണ്ടേ, ഐശ്വര്യം വേണ്ടേ? അതിനു വേണ്ടിയിട്ടല്ലേ പള്ളിയിൽ വെച്ചുകൊണ്ട് ഈ മനോഹരമായ കർമ്മത്തെ നടത്തിയത്. നിങ്ങൾ നിക്കാഹിനെ പരസ്യപ്പെടുത്തണേ, നിങ്ങളത് പള്ളിയിൽ വെച്ചുകൊണ്ടാകണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ
ഈ ഓഡിറ്റോറിയം ഒക്കെ കാണുമ്പോൾ ചിലർക്ക് പള്ളി പിന്നെ വേണ്ട, ഓഡിറ്റോറിയത്തിൽ തന്നെ നടത്തിയാൽ മതി. ആരായത്? ബാക്കി എല്ലാ വിഷയത്തിലും ദീനും ആയത്തും ഹദീസും ഒക്കെ ഓതി പറയുന്ന ആളാണ്. എന്നൊക്കെ പറഞ്ഞ് മരുഭൂമി മണൽ കയറ്റുന്ന ടീമാണ്. കണ്ടതിനും കേട്ടതിനും ഒക്കെ ആയത്തും ഹദീസും ഓതും. സ്വന്തം കാര്യം വന്നപ്പോ ഒന്നുമില്ല, എല്ലാം അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആർഭാടം കാണിക്കുകയാണ്, ആർഭാടം. നിസ്കാരത്തെ ഗൗനിക്കുന്നില്ല, നിസ്കാരത്തെ നിസ്സാരമാക്കി വിട്ടു. ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി ഒരു ദിവസം കൊണ്ട് വിട്ടു, അല്ലാഹു. പിന്നെ അന്നത്തെ ദിവസത്തെ നിസ്കാരം മുഴുവൻ. എത്ര സമയങ്ങളാണ് ഇതിനു വേണ്ടിയൊക്കെ ചെലവഴിക്കും, എത്ര മണിക്കൂറുകളാണ്. ഒരു 5 മിനിറ്റ് ഖുർആൻ ഓതാൻ സമയമില്ല, ഓതലുണ്ടോ? ഒരു യാസീൻ ഓതാൻ സമയമുണ്ടോ? ഒരു വാഖിഅ ഓതാൻ സമയമുണ്ടോ? ഒരു സൂറത്തുൽ മുൽക്കിന് സമയമുണ്ടോ? ഒരു സൂറത്തുൽ ദുഹാന് സമയമുണ്ടോ? നാളെ വെള്ളിയാഴ്ച ദിവസമാണ്, ഒരു അൽ കഹ്ഫ് ഓതണമെന്നുണ്ടോ? 3 വട്ടം ഓതണമെന്നാണ് അൽ കഹ്ഫ് സൂറത്ത്. ഒന്ന് വെള്ളിയാഴ്ച രാവ്, നാളെ സുബൈ കഴിഞ്ഞ് മറ്റൊന്ന്, ജുമുഅയ്ക്ക് മുമ്പ് മറ്റൊന്ന്. 3 പ്രാവശ്യം ഓതണമെന്നാണ്. ഒരെണ്ണം ഓതിയ കിട്ടാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരെണ്ണം പോലും ഓതാത്ത ഖൗമിനോടാണ് 3 വട്ടം ഓതാൻ പറയുന്നത്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. ഒരെണ്ണമെങ്കിലും ഓതാവോ? ഒന്നുമില്ല, അതിനൊന്നും സമയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫീ യൗമിൽ ജുമുഅ ഔ ലൈലത്തിൽ ജുമുഅ അല്ലാഹു ലഹു മാ ബൈനൽ ജുമുഅത്തൈൻ. ആരെങ്കിലും 2 ജുമുഅക്കിടയിൽ പരിശുദ്ധമാക്കപ്പെട്ടതായ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നുണ്ടോ? പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ദിവസമോ അതിന്റെ രാവിലോ പാരായണം ചെയ്യുന്നവരുണ്ടോ? 2 ജുമുഅകൾക്കിടയിൽ അല്ലാഹു പ്രകാശമിട്ട് കൊടുക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആത്മീയമായ ഒരു പ്രകാശം അല്ലാഹു നൽകും. നമുക്കതൊന്നും വേണ്ട, നമുക്ക് ദുനിയാവിന്റെ പിറകെ പോയാൽ മതി. നിസ്കാരം ഒന്നും കറക്റ്റ് അല്ല, പിന്നെ എങ്ങനെ നമ്മുടെ കാര്യങ്ങൾ നടക്കും? ആരാ ശ്രദ്ധിക്കുന്നത്? എത്ര പുതിയ ആപ്പിളെ, എത്ര പുതിയ പെണ്ണും സാധിക്കുന്നുണ്ട് നിസ്കാരമൊക്കെ ഒരു വക്കത്തിൽ നിസ്കരിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട്? അങ്ങനെയൊന്നും ചിന്തിച്ചാൽ അതൊന്നും നടക്കൂല ഉസ്താദേ. നടക്കും, നടന്ന ആളുകളിൽ ഇത്രയും കാലം ഉണ്ടായിരുന്നു. നമ്മൾ ഈ ആർഭാടങ്ങളും ശരീരത്തുള്ളിങ്ങാത്ത ആഭരണങ്ങളും ഒക്കെ അണിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നത് കൊണ്ടല്ലേ എല്ലാവരും ഒരുങ്ങി തയ്യാറായിട്ട് ഇങ്ങനെ നടക്കാൻ. നിസ്കാരത്തെ ഗൗനിക്കാതെയുള്ള ഈ ഒരുക്കവും ഇതിന്റെ പിറകെയുള്ള പോക്കും ഒന്നും ഒരു ഗുണവും ഉണ്ടാവൂല, ജീവിതത്തിൽ മറക്കത്തില്ല. അതാ കെട്ടിക്കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഭർത്താവിന് സംശയം, പെണ്ണിനെ വീട്ടിൽ കൊണ്ടേയാക്കി. വലിയ ഒരുക്കായിരുന്നല്ല, വലിയ ഒരുക്കമായിരുന്നു, വലിയ ഒരുമിച്ചിരിക്കലായിരുന്നു. ഒരുമിച്ചിരിക്കൽ ഒരാഴ്ച നീണ്ടില്ല, അതിനു മുമ്പ് വീട്ടിൽ കൊണ്ടുവിട്ടു. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. കാരണം ബറക്കത്തില്ലാതായി പോയി. ബറക്കത്താക്കപ്പെട്ട നിസ്കാരത്തെ ഗൗനിച്ചില്ല. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ദൂർത്തും ദുർവ്യവും കേവലം ഈ ഒരു ഭക്ഷണത്തിൽ മാത്രമല്ല, ഭക്ഷണത്തിൽ ദൂർത്ത് നിസാരമല്ല, ധാരാളമാണ്. കല്യാണത്തിന് ആളുകളെ ഇങ്ങനെ വിളിച്ചു കൂട്ടിയിട്ട് അവരെല്ലാം യാചകന്മാരാക്കുന്ന ബൊഫേ സംസ്കാരം ഇന്ന് സമൂഹത്തിൽ വല്ലാതെ കൂടി വരിക. ആളുകളെ വിളിച്ചിട്ട് നമ്മൾ സൽക്കരിക്കുമ്പോൾ അവരെ മാന്യമായി ഇരുത്തി വൃത്തിയായി സൽക്കരിക്കണം. അവർക്ക് അങ്ങോട്ട് വിളമ്പി കൊടുക്കണം. അവരിയ്ക്കുന്ന സ്ഥലത്ത് വെള്ളവും ഭക്ഷണവും കൊണ്ട് കൊടുക്കണം. ഇത് വന്നിട്ട് ഇവര് പ്ലേറ്റ് എടുത്തിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുക റോഡിൽ കൂടെ. ആചാര്യ പറമ്പിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പൊറോട്ടയും 2 ചിക്കൻ ചാറ്. ഒരു വട്ടം ചോദിച്ചിട്ട് പിന്നെ രണ്ടാമത് പോകാൻ ആചാര്യർക്ക് മടി, വിശപ്പുണ്ട്, പക്ഷെ പോകാൻ മടിയാണ്. രണ്ടാമത് ചെല്ലുമ്പോൾ പിള്ളേർ വിളമ്പുന്നമാരിങ്ങനെ നോക്കാണ്. ആചാര്യത്തിനും കൂടെ വന്നതല്ലേ. കഴിക്കാൻ കൊടുക്കുന്ന പ്ലേറ്റോ ചെറിയൊരു വട്ടയര പോലെയുള്ള ചെറിയ പ്ലേറ്റ്. കാരണം ഒരു പൊറോട്ട ഇടാവുള്ളൂ, രണ്ടാമത്തെ ഇട്ട് കഴിഞ്ഞാൽ വെളിയിലോട്ട് പോകണം. അതിന് സൈസ് പറ്റിയ പ്ലേറ്റ്. വലിയ പ്ലേറ്റ് കൊടുക്കൂല, കൂടുതൽ ഇട്ടാൻ തിന്നണ്ടെന്ന്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇങ്ങനെ നീ 7000-ഉം 10000 പേരെ വിളിച്ച് കല്യാണം നടത്തിയിട്ട് എന്താ കാര്യം? 10 പേരെ വിളിക്കും, അവർക്ക് മാന്യമായി സൽക്കരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതല്ലേ വേണ്ടത്. 10 പേരെ വിളിച്ചാൽ മതി, അവരെ മാന്യമായി സൽക്കരിക്കും. ചെലവ് ചുരുക്കിയിട്ടുള്ള നിക്കാഹിലാണ് ബറക്കത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞതാണ്. ബറക്കത്ത് ഏതിലാണ്? ഏറ്റവും നല്ല ബറക്കത്തുള്ളതാകുന്ന നിക്കാഹ് ചെലവ് ചുരുങ്ങിയിട്ടുള്ള നിക്കാഹ്. ആരാണിത് പറഞ്ഞത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഭക്ഷണത്തിലുള്ളതാകുന്ന ദൂരത്ത് ഇഷ്ടം പോലെ ഭക്ഷണം അവസാനം ഇഷ്ടം വരിക. എന്നിട്ട് എന്നിട്ട് ആ സമയമാകുമ്പോ യത്തീംഖാനെ വിളിച്ച് ചോദിക്കുക, ചോറിച്ചിരി കൊണ്ടേ തരട്ടെ. യത്തീം പിള്ളേർക്ക് അതിന് മുമ്പ് ഇന്നലെ ഉസ്താദ് വിളിച്ച് ചോദിച്ചോളൂ, കല്യാണമാണ് വല്ലതും വിളമ്പം കൊടുക്കും, ഒന്നും കൊടുക്കുന്നില്ല. ഇവിടെ ചെമ്പ് കണക്കിന് ചോറ് മിച്ചം വന്നപ്പോഴത്തേക്കും ഫോൺ വിളിച്ച് ചോദിക്കണം, വല്ലതും ഉണ്ടോ, മിച്ചം കൊണ്ട് തരട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇങ്ങനെ കാണിക്കുന്ന പ്രകൃതല്ലേ, അല്ലെങ്കിൽ ആരും അറിയാതെ ഇവിടെ ഇങ്ങോട്ട് കുഴിച്ചിടുകയല്ലേ. നാളെ ഇതൊക്കെ ഹിസാബില്ലേ?
വെള്ളം കൊണ്ടുവന്ന് ദൂർത്തടിക്കുന്ന ആളുകൾ എത്രയാണ്? വെള്ളം ദൂർത്തടിക്കുന്ന ആളുകൾ പള്ളിയിൽ വന്നു നിസ്കരിക്കാൻ വന്നതാണ്. വെള്ളം ദൂർത്തടിക്കുന്നു. തടവപ്പെടുന്നതും കഴുകപ്പെടുന്നതുമായ അവയവങ്ങൾ 3 പ്രാവശ്യം വീതം ചെയ്യൽ സുന്നത്താണ്. ശരിക്കും ശ്രദ്ധിക്കണേ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 3 പ്രാവശ്യം വീതം തല തടവുക, ചെവി തടവുക, മുഖം കഴുകുക, കൈ കഴുകുക. ഇതൊക്കെ തടവപ്പെടുന്നതും കഴുകപ്പെടുന്നതുമായ അവയവങ്ങൾ 3 പ്രാവശ്യം വീതം ചെയ്യൽ സുന്നത്താണ്. അതിനേക്കാൾ കൂടുതൽ 1 പ്രാവശ്യം അധികരിപ്പിക്കൽ കറാഹത്താണ്. സ്വന്തം വീട്ടിൽ നിന്ന് ഒന്നു കൊടുക്കുന്ന അവസ്ഥയിലാണ് ഈ പറയുന്നത്. നമ്മൾ തന്നെ കിണർ കുഴിച്ചു, അഥവാ നമ്മുടെ പൈസയിൽ കിണർ കുഴിച്ചു, അതിലൊരു 10,000-10,000 രൂപയുടെ ഒരു മോട്ടോർ വെച്ച് 2000 ലിറ്ററിന്റെ അല്ലെങ്കിൽ 1000 ലിറ്ററിന്റെ വലിയതാകുന്ന ഒരു ടാങ്ക് ഫിറ്റ് ചെയ്ത് അതിലേക്ക് പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ട് വെള്ളം അടിച്ചു വെച്ചു. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ പൈപ്പ് മുഖേന എടുക്കുന്ന വധു ആരും നമ്മളോട് ചോദിക്കാനില്ല, എല്ലാ പൈസയും നമ്മളെ മുടക്കി. എങ്കിൽ പോലും 4ാമത്തെ പ്രാവശ്യം നീ എടുക്കുന്ന വുളൂഇന്റെ വെള്ളത്തിൽ ഹിസാബുണ്ട്, അത് ശ്രദ്ധിക്കണമെന്ന്. പ്രാവശ്യം എടുക്കുന്ന വെള്ളം പള്ളിയുടെ വെള്ളമാണ് എങ്കിൽ, പൊതു സ്വത്താണ് എങ്കിൽ അത് ഹറാമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വലിയ വിഷയമാണ് ഇപ്പൊ പറഞ്ഞത്. 3 വട്ടം ചെയ്യൽ സുന്നത്താണ്. ചെയ്ത് നല്ലതാണ്, കൂലി കിട്ടും. ഒരു വട്ടം കൊണ്ട് മതിയാക്കാം, 2 വട്ടം കൊണ്ട് മതിയാക്കാം, 3 വട്ടം ഒരാൾ ചെയ്തു സുന്നത്താണ്. 4ാമത്തെ പ്രാവശ്യം കോരിയെടുക്കുന്ന വെള്ളം അത് ഹൗദിൽ നിന്നാണെങ്കിലും പൈപ്പിൽ നിന്നാണെങ്കിലും 4ാമത്തെ പ്രാവശ്യം അനാവശ്യമായി എടുക്കുന്ന ആ വെള്ളം അത് ഹറാമാണ്, പൊതു സ്വത്താണെങ്കിലെന്ന് ശാഫി മദ്ഹബിന്റെ ആധികാരിക ഗ്രന്ഥങ്ങൾ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അത് ദൂർത്താണ്. അതിനാണ് ദൂർത്തം എന്ന് പറയുന്നത്. നമ്മൾ ഒതു കൊടുക്കല്ലേ ഉസ്താദേ, ഒതു കൊടുക്കുമ്പോ നല്ല വൃത്തിയായിട്ട് എടുക്കണ്ടേ എന്നൊരു ചിന്ത നമുക്കുണ്ടാവും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു വദു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്തൂടെ നടന്നു പോകുമ്പോൾ നബി തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, മസ്റഫു യാ സഅദു, എന്താണ് സഅദ് ഈ കാണിക്കുന്നത്? എത്ര വലിയ ധൂർത്തും ദുർവ്യയവുമാണ്. പാടില്ല പാടില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ ഫഖാല സഅദ് റളിയല്ലാഹു അൻഹു ഉടനെ ചോദിക്കുകയാണ്, അഫിൽ വുളൂഇ സറാഫുൻ യാ റസൂലല്ലാഹ്, അഫിൽ വുളൂഇ സറാഫുൻ യാ ഹബീബല്ലാഹ്, നബിയേ ഒതുവെടുക്കുന്ന വെള്ളത്തിൽ ഇസ്റാഫ് ഉണ്ടോ റസൂലേ? ഞാനിതാ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കാൻ ഒതുവെടുക്കുകയാണ്, അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയുള്ള ഒതുവാണ്. അപ്പോൾ കൂടുതൽ വൃത്തി ശ്രദ്ധിക്കേണ്ട റസൂലേ, 3ാമത്തെ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഞാൻ ഈ എടുക്കുന്നതിൽ ഇസ്റാഫ് ഉണ്ടോ, ഇസ്റാഫ് ഉണ്ടോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്യുകയാണ്, നഅം വഇൻ കുൻത അലാ അതിശക്തമായി ഒഴുകുന്നതാകുന്ന നദിയുടെ തീരത്തിരുന്നുകൊണ്ട് നീ ഒതുവെടുത്താലും, നിറഞ്ഞ കവിഞ്ഞൊഴുകുന്നതായ നദിയുടെ തീരത്തിരുന്നുകൊണ്ട് നീ ഒതുവെടുത്താൽ പോലും 4ാമത്തെ പ്രാവശ്യം എടുക്കുന്നതായ ഒതുവിൽ ശ്രദ്ധിക്കണേ. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന് നമ്മുടെ മക്കളും നമ്മളും എത്ര വെള്ളമാണ് ധൂർത്തടിക്കുന്നത്. ആഖിറത്തിലെ ഹിസാബിന് ഭയമില്ലേ? പരലോക ജീവിതത്തെ കുറിച്ച് എന്തേ ഭയമില്ലാതായി പോയോ? നമസ്കാരത്തിന് വേണ്ടി വരുന്നതാകുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, അവ്വൽ വഖത്തിൽ കൃത്യമായി നമസ്കാരങ്ങൾ നിർവഹിച്ചാൽ അല്ലാഹുവിന്റെ ദർബാറിൽ ആ നമസ്കാരം നിനക്ക് അനുകൂലമായി ദുആ ചെയ്യുന്നതാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഇദാ സല്ലൽ അബ്ദു ഫീ അവ്വലി വഖതിഹാ സഅദത ഇല സമാ, നമസ്കാരത്തെ അവ്വൽ വഖത്തിൽ നമസ്കരിക്കുന്നതായ ചെറുപ്പക്കാരുണ്ടോ, സഹോദരിമാരുണ്ടോ? കാവന്തറയിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, എത്ര ചൂടുള്ള ദിനങ്ങളാവട്ടെ, ഏത് തണുപ്പുള്ള രാത്രി ആകട്ടെ, അവ്വൽ വഖത്തിൽ ബാങ്ക് മുഴങ്ങി കഴിഞ്ഞാൽ ഉടനെ ഹയ്യ അലാ സ്വലാ, ഹയ്യ അലൽ ഫലാഹ്,
നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് ശ്രവണസുന്ദരമായ ബാങ്കുല് മുഴങ്ങുമ്പോ ആ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് അവ്വൽ വഖത്തിൽ നീ നമസ്കരിച്ചാൽ ആ നമസ്കാരം അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കയറുകയാണ്. ഒരു മലക്കിന്റെ അകമ്പടിയും വേണ്ട. ആ നമസ്കാരം അവ്വൽ വഖത്തിൽ നമസ്കരിച്ചതാണോ, ബാങ്ക് വിളിച്ചാൽ ഉടനെ നമസ്കരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, ളുഹർ നമസ്കാരം പിന്തിക്കാതെ അസറിലേക്ക് വെച്ച് പിന്തിക്കാതെ ബാങ്ക് വിളിച്ചാൽ ഉടനെ തന്നെ നമസ്കരിക്കുന്നതായ ഉമ്മയാണോ, ബാങ്ക് വിളിച്ചാൽ ഉടനെ പള്ളിയിലേക്ക് പോകുന്ന ഉപ്പയാണോ, അവ്വൽ വഖത്തിൽ നമസ്കരിക്കുന്നവരാണോ, ആ നമസ്കാരം അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കയറുകയാണ്. അർശിന്റെ ഉടമസ്ഥനായ പടച്ച റബ്ബിന്റെ തിരുസവിധത്തിലേക്ക് ചെല്ലുകയാണ്. നമസ്കരിച്ചവന് വേണ്ടി അനുകൂലമായി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഹഫിളകല്ലാഹു കമാ ഹഫിളതനീ, നമസ്കാരമാകുന്ന എന്നെ നീ കാത്ത് സംരക്ഷിച്ചതുപോലെ അല്ലാഹു നിന്നെയും കാത്ത് സംരക്ഷിക്കട്ടെ. ആ നമസ്കാരം അനുകൂലമായി ദുആ ചെയ്യമേ ഹബീബായ റസൂലുള്ളാഹി. ലഭിക്കണോ പ്രിയപ്പെട്ടതാകുന്ന ഉപ്പമാരെ, അല്ലാഹു നമുക്ക് കിട്ടിയാൽ, നിസ്കാരം മുഖേന നമുക്ക് ലഭിച്ചാൽ അതിനേക്കാൾ വലിയ ഖൈർ മറ്റൊന്നുമില്ല. ബാങ്ക് വിളിക്കുമ്പോൾ ആൺമക്കളെയും കൂട്ടി പള്ളിയിലേക്ക് പോകുന്ന ശീലമുണ്ടാകണം. പരിശുദ്ധമാകുന്ന റമളാനിന് മുമ്പ് നാം ഒരുങ്ങി തയ്യാറാവേണ്ടത് ആ നിലക്കാണ്. ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തു പോയവരാണ്. കല്ല് കുടിച്ചു പോയവരുണ്ടാകും, വ്യഭിചരിച്ചു പോയവരുണ്ടാകും, സിനിമ കണ്ടു പോയവരുണ്ടാകും, സീരിയൽ ദർശിച്ചു പോയവരുണ്ടാകും, മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണുകൾ കൊണ്ടുപോയവരുണ്ടാകും, കാതുകളെ കൊണ്ടുപോയവരുണ്ടാകും, കൈകളെ കൊണ്ടുപോയവരുണ്ടാകും, ഹൃദയം കൊണ്ട് ഹറാമായത് ചിന്തിച്ചവരുണ്ടാകും. എല്ലാ തെറ്റുകുറ്റങ്ങളും പടച്ച റബ്ബിലേക്ക് ഈ പരിശുദ്ധമായ റജബിന്റെ മാസത്തിൽ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് പാപമോചനത്തിന് തേടണേ. റജബൻ ശഹ്റുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറത്തിന്റെ മാസമാണ്. പാപമോചനത്തിന് അർത്ഥിച്ചുകൊണ്ട് പടച്ച റബ്ബിലേക്ക് പാപം പൊറുപ്പിച്ചെടുക്കേണ്ട മാസമാണ്. തൗബയെ പുതുക്കേണ്ട മാസമാണ്. റമദാൻ കഴിഞ്ഞിട്ടല്ല സഹോദരാ തൗബ. റമദാനിന്റെ 17-നോ 27-നോ മാത്രമല്ല തൗബ. ആ റമദാനിന് മുമ്പ് തൗബ നിർബന്ധമാണ്, അനിവാര്യമാണ്. ചെയ്തതാകുന്ന പാപഭാരങ്ങൾ മുഴുവനും പടച്ച റബ്ബിലേക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ പടച്ച റബ്ബേ, ഞാൻ തെറ്റ് ചെയ്തവനാണ് അല്ലാ, ഞാൻ ലഹരി നുണഞ്ഞവനാണ് അല്ലാ എന്നുള്ളതാകുന്ന പടച്ച റബ്ബിനോടുള്ള ഭയത്തോടുകൂടി അല്ലാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരുണ്ടോ? രക്ഷയാണ്. നമസ്കാരങ്ങളെ ചിട്ടവെക്കുന്ന മനുഷ്യ, നിനക്ക് രക്ഷയുടെ കവാടങ്ങൾ അല്ലാഹു തുറന്നു നൽകുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമസ്കാരം നിനക്ക് അനുകൂലമായി അല്ലാഹുവിന്റെ അർശിന്റെ അടുക്കൽ ദുആ ചെയ്യുമ്പോ ഫയഖൂലുൽ മലായികതു ഹൗലൽ അർശി ആമീൻ. അർശിനെ വഹിക്കുന്ന കോടാനുകോടി മലായികത്തുകൾ നിനക്ക് അനുകൂലമായി ആമീൻ പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വഇദാ സല്ലൽ അബ്ദു ഫീ ഗൈരി വഖതിഹാ, നമസ്കാരത്തിന്റെ വാർഷികമാകട്ടെ എന്ന് കടന്നു വന്നാലും ഞാൻ എന്റെ ജീവിതത്തെ മാറ്റുകയില്ല. ഈ പോകുന്നത് പോലെ തന്നെ ഫേസ്ബുക്ക് വാച്ച് ചെയ്യും, റീൽസുകളിലിടും, മോശപ്പെട്ട തരത്തിലേക്ക് കണ്ടുകൊണ്ടുപോകും. ഞാൻ എന്റെ കാമുകിയുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തും. നേരം വെളുക്കുന്നവരെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കും. ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് മോശപ്പെട്ട ചേഷ്ടകൾ കാണിക്കും, ഞങ്ങൾ കാതുകൾ കൊണ്ട് ഹറാമായത് കേൾക്കും, ഞങ്ങൾ സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് നിലകൊള്ളും, ഞങ്ങൾ ഖുർആൻ ഓതാൻ തുനിയുകയില്ല, ഞങ്ങൾ ദിക്റ് ചൊല്ലാൻ കടന്നു വരുന്നില്ല, ഞങ്ങൾ നമസ്കാരങ്ങളെ ചിട്ടവെക്കുന്നില്ല, ഒരു പാപഭാരങ്ങളും അല്ലാഹുവിലേക്ക് ഏറ്റു പറയുന്നില്ല, ഞങ്ങൾ ഇതേ രീതിയിൽ തന്നെ പോവുകയാണെന്ന് പറഞ്ഞ് തോന്നുമ്പോൾ നമസ്കരിക്കുന്ന മുസ്ലിമേ മുസ്ലിമത്തെ, എല്ലാ തിരക്കുകളും കഴിഞ്ഞ് ഇന്നാ പിടിച്ചോ എന്ന നിനക്ക് റബ്ബിന് വേണ്ടി നിസ്കരിക്കുന്നതായ നമസ്കാരമില്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ നമസ്കാരം ഒന്നാം ആകാശത്തിന്റെ മുകളിലേക്ക് കയറാൻ സാധിക്കില്ല. വഅലൈഹാ ളുൽമാ വഅലൈഹാ ളുൽമാ, ആ നമസ്കാരം ഇരുൾ മുറ്റിയതായ നമസ്കാരമാണ്.
തുറത്തുൽ മലായികതു സ്വലാതഹു, അവന്റെ നമസ്കാരത്തെ മലക്കുകൾ ഇതാ ഭൂമിയിലേക്ക് തിരിച്ചുവിടുകയാണ്. ആ നമസ്കാരം അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കടക്കുന്നില്ല. ഇരുൾ മുറ്റപ്പെട്ട നമസ്കാരമാ. യുലഫു കമാ യുലഫു സൗബുൽ ഖലിഫു, പഴയ തുണി ചുരുട്ടുന്നത് പോലെ അവന്റെ നമസ്കാരത്തെ ചുരുട്ടിയിട്ട് മലക്കുകൾ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചുവിടുകയാണ്. ആ നമസ്കാരം നിസ്കരിച്ചവന്റെ ഇടത് ഭാഗത്ത് വന്ന് അവനെതിരായി ദുആ ചെയ്യുകയാണ്. നിന്റെ നമസ്കാരം പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, നിങ്ങളുടെ നമസ്കാരം നിങ്ങൾക്കെതിരായി ദുആ ചെയ്യുന്നതായ ഘട്ടം വന്നാൽ അത് നഷ്ടമാണ്, നഷ്ടമാ. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ നിസ്കരിക്കുന്ന നമസ്കാരം സമയത്തല്ലാതെ തോന്നുമ്പോൾ നമസ്കരിക്കുന്നവരില്ലേ? മഗ്രിബ് നമസ്കാരത്തിലേക്ക് അസ്റിനെ ചേർത്ത് വെക്കുന്നവരില്ലേ? ദുഹർ നമസ്കാരം എല്ലാ ദിവസവും അസ്ർ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നമസ്കരിക്കുന്ന സഹോദരിമാരില്ലേ? പാടില്ല, പാടില്ല. എത്ര കച്ചവടക്കാരാണ് ദുഹറും അസ്റും മഗ്രിബും ഇശാവും കൂടി ഒരുമിച്ച് ജംആക്കി നമസ്കരിക്കുന്ന ആളുകളില്ലേ? ആ നമസ്കാരം കൊണ്ട് യാതൊരു ഫലവുമില്ല. സ്ഥിരമായി നമസ്കരിച്ചാൽ ആ നമസ്കാരം അല്ലാഹു കബൂലാക്കുകയുമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ നമസ്കാരത്തെ അവന് എതിരായി സാക്ഷി പറയുകയാണ്. ലയ്യഅകല്ലാഹു കമാ ലയ്യഅതനീ, നമസ്കാരമാകുന്ന എന്നെ നീ പാഴാക്കി കളഞ്ഞതുപോലെ അല്ലാഹു നിന്നെയും പാഴാക്കട്ടെ. നിന്റെ ജീവിതത്തിൽ ബറക്കത്തില്ലാതിരിക്കട്ടെ. നമസ്കാരം നിനക്കെതിരായി ദുആ ചെയ്യുമ്പോ ഫയഖൂലുൽ മലായികതു, ഈ ദുനിയാവിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള കോടാനു കോടി മലക്കുകൾ ആമീൻ പറയുകയാണ്. ആമീൻ, ആമീൻ. അല്ലാഹുവേ, ഈ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നീ ഇജാബത്ത് കൊടുക്കണേ അല്ലാ. നമസ്കരിച്ചവനാണ്, പക്ഷേ തോന്നുമ്പോൾ നമസ്കരിച്ചവനാണ്. അവന് എതിരായി നമസ്കാരം ദുആ ചെയ്യുമ്പോ ഭൂമിയിലുള്ള മലക്കുകൾ മുഴുവനും എതിരായി ആമീൻ പറയുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. കാമന്തറയിലുള്ള പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരിമാരെ, എന്തിനാണ് നമസ്കാരം നമുക്ക് എതിരായി ദുആ ചെയ്യുന്ന ഒരവസ്ഥ എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കുന്നത്? നമ്മൾ എന്തായാലും മുഅ്മിനീകളാണ്, സത്യവിശ്വാസികളാണ്. അവ്വൽ വഖത്തിൽ നമസ്കരിക്കാൻ അവസരം കിട്ടിയെന്നവരാണ്. അതിനല്ലേ ഒരു മുഅദ്ദിന് അല്ലാഹു പള്ളിയിൽ നിർത്തിയിരിക്കുന്നത്. അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം, അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം. ഉറക്കിനേക്കാൾ ഏറ്റവും ഖൈർ, ഏറ്റവും കരണീയം നമസ്കാരമാണെന്ന് വിളിച്ചു പറയുമ്പോ നമസ്കരിക്കാൻ മുസല്ലിയിലേക്ക് ഇറങ്ങി തിരിക്കുന്നവരുണ്ടോ? ബാങ്ക് വിളിക്കുമ്പോൾ അവ്വൽ വഖത്തിൽ ഇറങ്ങുന്നവരുണ്ടോ? ഉറപ്പായും നിനക്ക് അനുകൂലമായ പ്രാർത്ഥനയാണ്. ഇടങ്ങേറ് പിടിപ്പിക്കുന്ന ഒരു ജീവിതം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. നിന്റെ ജീവിതത്തിൽ ഐശ്വര്യം വേണോ? മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടി യാചിക്കേണ്ടാത്ത ഗതികെട്ട അവസ്ഥയില്ലാതെ മാന്യമായ ഭക്ഷണം റിസ്ക് അല്ലാഹു നിനക്ക് നൽകുന്ന പണിയാണ് നമസ്കാരം എന്ന വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.